ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ശ്രീ മഹാദേവനെ നമ്മൾ എല്ലാവരുടെയും ആരാധനാമൂർത്തിയാണല്ലോ മഹാദേവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നാഥനാണ്. അദ്ദേഹത്തെ നമ്മൾ എല്ലായ്പ്പോഴും നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റത്തില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് അപൂർവ സമയങ്ങളിൽ നമുക്ക് മഹാദേവനെ സ്വപ്നത്തിൽ കാണുക, അല്ലെങ്കിൽ കൂവളത്തിലെ സ്വപ്നത്തിൽ കാണുക, അതല്ലെങ്കിൽ നമ്മൾ കൈലാസം പർവ്വതം നമ്മൾ സ്വപ്നത്തിൽ കാണുക. അങ്ങനെ മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉടൻ തന്നെ നമ്മളെ തേടി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സൂചനയാണത്. അതായത് ഭഗവാനെ ഇങ്ങനെ അല്ലെങ്കിൽ ശിവലിംഗം നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് ഒക്കെ നമുക്ക് ഒരു ഭാഗ്യം നമ്മളെ തേടി ഉടൻ തന്നെ എത്തുന്നുണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണ്. അപ്പോൾ അതൊരു നല്ല സൂചനയാണ്. അപ്പോൾ തന്നെ നമ്മൾ പിറ്റേ ദിവസം തന്നെ രാവിലെ ഒക്കുമെങ്കിൽ അടുത്ത ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനൊരു ധാര നടത്തുക, അല്ലെങ്കിൽ ഭഗവാനെ കാണുക. അതുപോലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോകാതെ അങ്ങനെ മടി പിടിച്ചൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ആ സമയത്തും ചിലപ്പം ഭഗവാനെ നമ്മളങ്ങനെ സ്വപ്നം കാണും. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ അങ്ങനെ മടി പിടിച്ചൊന്നും ഇരിക്കേണ്ട, ഇടയ്ക്ക് ഭഗവാനെ ദർശിക്കാൻ ഭഗവാന് നിങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹം വരുമ്പോഴാണ് ഭഗവാന്റെ ദർശനത്തിനായിട്ട് നിങ്ങൾ പോകണം, അമ്പലത്തിൽ പോകണം. അപ്പോൾ എന്തെങ്കിലും വഴിപാടുകളൊക്കെ മുടങ്ങി കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ പോയി ചെയ്യാൻ നോക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയായിട്ടും അങ്ങനെ നമ്മൾ സ്വപ്നം കാണാറുണ്ട്. അപ്പോൾ തന്നെ എന്തുകൊണ്ടാണെങ്കിലും ശിവഭഗവാനെ സ്വപ്നത്തിൽ കാണുന്നത് വളരെ ഉത്തമം തന്നെയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ചൊരിയുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ആ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉറക്കത്തിൽ സ്വപ്നങ്ങൾ നമ്മൾ പലതരത്തിൽ കാണാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഭഗവാന് ആകാശത്ത് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതായിട്ടൊക്കെ അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് സർവ്വ അനുഗ്രഹങ്ങളാണ് ഫലമായിട്ടുള്ളത്. അതുപോലെ തന്നെ ആ നിൽക്കുന്ന ഭഗവാന്റെ ഓരോ ഭാവങ്ങൾ കാണുമ്പോൾ ആ ഭാവങ്ങളുടെ ഇതിൽ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഭഗവാന് ഇപ്പം അങ്ങനെ അനുഗ്രഹ വർഷം ചൊരിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് സർവ്വ അനുഗ്രഹങ്ങളും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ എല്ലാത്തിനും നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ആ ഒരു അനുഗ്രഹ ഭാവത്തിൽ ഭഗവാൻ നിന്ന് കഴിഞ്ഞാൽ. അതല്ല ഭഗവാൻ ദേഷ്യപ്പെടുന്നതായിട്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ നമ്മളെന്തോ ഭഗവാന് അതൃപ്തിയായിട്ട് എന്തോ കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അതൊരിക്കലും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അപ്പം നമുക്ക് തന്നെ അതൊന്ന് ഓർത്ത് നോക്കുക, റിവൈസ് ചെയ്ത് നോക്കുക, എന്ത് റീസൺ ആയിരിക്കും അതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ കാര്യം എന്താണോ അത് പിന്നെ ചെയ്യാതിരിക്കുക. അതിപ്പോൾ നമ്മളത് ഭഗവാന് വിരുദ്ധമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സാഷ്ടാംഗം പ്രണമിച്ച് ഭഗവാന്റെ അടുത്ത് പോയി മഹാദേവൻ്റെ തിരുസന്നിധിയിൽ പോയി സാഷ്ടാംഗം വീണ് ഭഗവാനെ തൊഴുത് അതിന് ക്ഷമാപണം നടത്തുക. അതുപോലെ തന്നെ ഭഗവാന് കൂവളത്തുമാല നമുക്ക് ഒക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. കൂവളത്തില കാണുന്നതൊക്കെ വളരെ ഉത്തമമാണ്. കാര്യം എന്ന് വെച്ചാൽ ആ കൂവളത്തിലയിൽ തന്നെ ഭഗവാന്റെ ആ ഒരു ചൈതന്യം നിറഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ സ്വപ്നത്തിൽ കാണുക എന്ന് വെച്ചാൽ അത്യപൂർവ ഭാഗ്യം നമ്മളെ തേടി വരുന്നുണ്ടെന്നുള്ളതാണ്. അത് ഏറ്റവും നല്ല ഒരനുഗ്രഹമായിരിക്കും. അതുപോലെ ദേഷ്യഭാവത്തിൽ കണ്ടാലേ ഉള്ളൂ ചെറിയ പ്രശ്നങ്ങൾ. അതുപോലെ ശിവലിംഗം കണ്ടാലും ഏറ്റവും ഉത്തമമാണെന്ന് പറയാം. നന്ദിയെ സ്വപ്നം കാണുന്നതും വളരെ നല്ലതാണ്. അതൊരു നന്ദികേശനെ സ്വപ്നം കാണുന്നതുകൊണ്ട് വളരെ നല്ലതാണ്. നമുക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ തരത്തിലും ഭഗവാൻ എന്ന് പറയുന്നത് അറിയാമല്ലോ, വലിയ പൂജകളോ കർമ്മങ്ങളോ ഒന്നും ഭഗവാൻ ആവശ്യമില്ല. ഭഗവാൻ എന്ന് പറയുന്ന ഒരു കൂവളത്തില കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ഒരു ജലധാര നടത്തുന്ന മൂലമോ അതിന് നമുക്കവിടെ ഭഗവാന് കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സാണ്, അർപ്പിച്ചുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയിൽ നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ചകളൊക്കെ വന്നാലൊക്കെ ഭഗവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തും. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഭഗവാൻ അനിഷ്ടമായിട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ അങ്ങനെ ഭഗവാൻ ദേഷ്യപ്പെടുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുന്നത്. അതിപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അതൊക്കെയാണ് നമ്മൾ ശിവഭഗവാനെ സ്വപ്നത്തിൽ കാണുന്നതിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ.